Hi, hello everyone. Yes, welcome to അവിടെ ഒരു പോസ് വേണം കേട്ടോ. എന്താന്നല്ലേ, വെൽക്കം ടു എ ന്യൂ ചാനൽ, എ ന്യൂ സെഗ്മെന്റ്. ന്യൂ ചാനൽ, ന്യൂ സെഗ്മെന്റ് എന്നൊക്കെ പറയുമ്പം എന്തിനെ കുറിച്ചായിരിക്കും? എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ? സംശയം വേണ്ട. എനിവേ, ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. നമ്മുടെ ലൈഫിലെ എപ്പോഴും രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കാലഘട്ടം അതേതാണെന്നറിയോ? അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. എനിക്കെന്നാൽ അതെൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും? എക്സാംസിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വറീഡ് ആയാൽ മതി അല്ലേ? ഏത് സമയം എക്സാംസ് എന്താണ്, ഹാൾ ടിക്കറ്റ് എപ്പോൾ വരും, സെമസ്റ്റർ ഫീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന് ശേഷം എന്ത് ചെയ്യും, അയ്യോ ഞാൻ ഇനി എവിടെ എത്തിച്ചേരും എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ടേക്ക് വന്ന് ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമ്മുടെ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ മാറും അല്ലേ? നമ്മുടെ വേ ഓഫ് ലൈഫ് മാറും, ശരിയല്ലേ? പിന്നെ നമ്മൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ഇനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. നമ്മൾ എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുമോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് മനസ്സിലാക്കി എക്സാംസിന് അപ്ലൈ ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PSC. 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും തുടങ്ങും, എന്ത് PSC ഒന്നും ആയില്ലേ, PSCക്ക് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയോ, PSC കഴിഞ്ഞോ എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. സോ പറഞ്ഞു വരുന്നത് അറിവുലു എന്ന ഞങ്ങളുടെ പുതിയ സെഗ്മെന്റിനെ കുറിച്ചിട്ടാണ്. യെസ്, ദിസ് ഇസ് ഓൾ അബൌട്ട് അറിവുലു. പുതിയ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്ഡേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സെഗ്മെന്റ്. നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ വിഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണം, മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണം എന്നാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? എക്സാംസ് എപ്പോൾ വരും? സിലബസിൽ മാറ്റം വരുന്നുണ്ടോ? അഡ്മിറ്റ് കാർഡ് വരാൻ സമയമായോ? അതും പോട്ടെ, ഓൺലൈനായിട്ട് നമുക്ക് മറ്റു പല കോഴ്സുകളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഏതൊക്കെയാണ്? എത്ര ഫീസ് കൊടുക്കണം? സൗജന്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വെബ്സൈറ്റ് ഉണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് അറിവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. IGNOU യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിന്റെ പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വിത്ത് അറിവുലു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? Stay tuned with us and നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.